ശ്രേഷ്ഠമായി ദർഗയ്ക്ക് അയോഗ്യനായ നമ്മുടെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യമായ ദർഗായ്ക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഉന്നത ദർഗായുടെ നൽവരത്തിന് നിനക്ക് വിഹിതമായിരിക്കുന്ന ചൂടുള്ള മാർഗം ഞാൻ നിന്നെ കാണിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മകനെ, നമ്മുടെ കർത്താവ് യേശു മിശിഹാ പരിശുദ്ധ ഏവൻഗേലിയോനിൽ വെടിപ്പുള്ള തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും ഭരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികൾ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് വിഹിതമാകുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. അവർ പരിശുദ്ധ 3 ഗ്രൂമാകളുള്ള സത്യേകതയുമാകുന്നു. നിൻ്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വാകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകനൂമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുവിഷത്താൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യ സ്നേഹത്താൽ അവളിൽ നിന്ന് ജഡധാരണം ചെയ്യുകയും ചെയ്തുവെന്നും കന്യകമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം. തൻ്റെ കാരണങ്ങൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പ്രജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല, വീണ്ടും സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി ശ്രീഹന്മാരിൽ ഒന്നാമനായ പത്രോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായെയും അവരുടെ സഹാക്കളെയും അവരുടെ സഹികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമയനായ മോർ ഇഗ്നാത്യോസിനെയും മോർ ദിവന്നാസിയോസിനെയും മോർ യൂലിയോസിനെയും മോർ അത്താനാസിയോസിനെയും മോർ ബാസിലിയോസിനെയും മോർ ഗ്രിഗോറിയോസിനെയും മോർ ഇവാനിയോസിനെയും വായുടെ താക്കോലായ മാർ കൂറിലോസിനെയും സത്യവിശ്വാസികളായ ശേഷം പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും നീ പിന്തുടരണം. നീ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്കാ ബാവായുടെയും ബലഹീനായ നമ്മുടെ സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെയും കൽപ്പനകൾ അനുസരിക്കണം. അവരുടെ മാർഗത്തിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും നമ്മോടുകൂടെ സകല വിശ്വാസ വിപരീതങ്ങളെയും സത്യവിശ്വാസത്തിനെതിരായ സകല പ്രജാതി വിശ്വാസത്തെയും നീ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഈ പറയുന്നത് ഏറ്റവും നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും നാം ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആത്മീയ മകനും വാത്സല്യവാനുമേ, നിന്നോട് നാം കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നിൽപ്പാൻ നിനക്ക് വിഹിതമാകുന്നു. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും ആഡംബരത്തിൽ നിന്നും ദൈവത്തിൻ്റെ വാതിൽക്കൽ നിന്നും മനുഷ്യരെ തള്ളി അകറ്റുന്നതായ ശേഷം കാര്യങ്ങളിൽ നിന്നും നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്നവനും നിരൂപണയിൽ ജാഗ്രതയുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും അൽപ്പാനും വീഞ്ഞിന്മേൽ കടക്കാത്തവനും അടിപ്പാൻ ധൃതി കൂട്ടാത്തവനും കശീശാസ്ഥാനത്തിന് യോഗ്യനാകുന്നു. അവൻ വിനീതനും ചണ്ട കൂടാത്തവനും
ദ്രവ്യ സ്നേഹം മുതലായവ ഇല്ലാത്തവനുമായിരിക്കണം. ലൗകിക സമ്പാദ്യത്തിൻ്റെ കവർച്ചയായ പലിശയിൽ നിന്നും അകന്നിരിക്കണം. എന്നാലോ നീ ശാന്തനും വിനീതനും, നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡനമസ്കാരവും കണ്ണീരോടും നെടുവീർപ്പോടും കൂടി നിനക്ക് വേണ്ടിയും നിനക്കായി ഫലമേൽപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടിയും ദൈവതരവുമാകെ നടത്തുന്നവനായിരിക്കണം. ദൈവം തമ്പുരാൻ നിന്നെ സഹായിക്കുന്നതിനും നീയും നിൻ്റെ ജനവും പരീക്ഷകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി തൻ്റെ മുമ്പാകെ നീ എല്ലായ്പ്പോഴും അപേക്ഷകൾ ചൊരിയണം. എന്തെന്നാൽ ഇത് എല്ലായ്പ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ അവർ സ്തുതിക്കുമാറാകട്ടെ എന്ന് അരുളി ചെയ്ത പ്രകാരം നീ വിദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം. എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറണം. ഇപ്രകാരം നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവഭവന സേവനത്തിന് നീ യോഗ്യനായി തീരും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ന്യായം വിധിക്കുമ്പോൾ നീയും നിൻ്റെ ജനവും കരുണയും മുഖപ്രസാദവും കണ്ടെത്തുമാറാകട്ടെ. എനിക്കോ എൻ്റെ മകനെ നിനക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത നിമിത്തം ദുഃഖമുണ്ടാകുവാൻ ഇടയാകരുത്. എന്നാലോ എനിക്കും നിനക്കും ദൈവമുമ്പാകെ മുഖപ്രസാദം ഉണ്ടാകട്ടെ. തൻ്റെ മുമ്പാകെ നാം സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ഞാനും നീയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് എന്നേക്കും സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഇവ നീ സമ്മതിക്കുന്നതിലേക്കായി പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളമാകുന്ന ശ്രീബായുടെ ആകൃതിയിൽ ആദ്യമായി കൊത്തുകൾ ഇടണം. ഇപ്പോൾ നമ്മുടെ സഹോദരനും വാത്സല്യവാനുമേ, ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളം, അതായത് സ്ലീബായുടെ അടയാളം നീ വെച്ചിരിക്കുന്നു. ദൈവമുമ്പാകെയും ബഹുമാനമുള്ളതിൻ്റെ മാലാഹമാരുടെയും ഈ പരിശുദ്ധ മതപാട് മുമ്പാകെയും അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. നാം നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ മാറ്റം കൂടാതെയും മുഹോക്ഷം കൂടാതെയും പിടിച്ചുകൊള്ളണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ നമുക്കും നിനക്കും മുഖപ്രസാദമുണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് വിഹിതമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും ഇവ നീ സമ്മതിക്കുന്നതിലേക്കായി ഈ കുത്തുകൾ യോജിപ്പിച്ച് നിൻ്റെ കൈയടയാളമാവുന്ന സ്ലീബ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ നമ്മുടെ മകനെ, നമ്മുടെ സഹോദരനുമേ, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിലെ യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ലെന്നുള്ളതിലേക്കായി ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളം നീ വച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്കും നിനക്കും മധ്യേ ദൈവം ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ റൂഹ നിൻ്റെ മേൽ ആവസിപ്പാനായി സ്വർഗത്തിലേക്ക് എൻ്റെ കൈകൾ വിരിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് ബലഹീനനായ ഞാൻ മധ്യസ്ഥനാകുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയും നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകൾ വെച്ചൊരു കൽപ്പനയെങ്കിലും നീ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ ഉന്നതവും മഹോന്നതവുമായ ദർഗായിക്ക് നാം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ചൊല്ലുവിളിയുള്ളവനും അനുസരണമുള്ളവനും ശാന്തനും വിനീതനും ആയിരിക്കാൻ നിനക്ക് വിഹിതമാകുന്നു. നാം നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ വെച്ചൊരു ചെറിയ കൽപ്പനയെങ്കിലും നിന്നോട് കോപിക്കാതിരിപ്പാൻ നിഗളത്തിൽ നിന്ന് നീ അകന്നിരിക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ മാലാഖമാരുടെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഹദയന്മാരുടെയും മുമ്പാകെ രണ്ടാം പ്രാവശ്യം ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞങ്ങൾ നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള എല്ലാത്തിൽ നിന്നും യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ലെന്നതിലേക്കായി ഞങ്ങൾക്കും നിനക്കും ഇടയിൽ അവർ സാക്ഷികളായിരിക്കട്ടെ. നീ അഹങ്കരിച്ച കൽപ്പനകൾ വെച്ച് ഏതെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ളതെന്ന് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചിട്ടുള്ള സകലത്തിൽ നിന്ന് നീ അന്യനുമായി തീരും. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനെതിരായോ
സത്യവിശ്വാസികളായ സഹോദര മേൽക്കട്ടക്കാരിൽ ഒരുവനെതിരായോ ബലഹീനനായ നമുക്കെതിരായോ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്നെങ്കിൽ നീ ശാപഗ്രസ്തനും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ നിന്ന് അകലപ്പെട്ടവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായി തീരും. നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്ന് നീ വർദ്ധനായി തീരുകയും ചെയ്യും. നീയും നിൻ്റെ അഹങ്കാരത്തിനും എതിർപ്പിനും നിന്നെ സഹായിക്കുന്ന എല്ലാവരും തന്നെ. ഇപ്പോൾ മൂന്നാം പ്രാവശ്യം ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നീ ശ്ലീഹന്മാരുടെ കാനോനാകളെയും സ്വതവിവാക്കപ്പെട്ട വിശ്വാസത്തെയും മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളണമെന്നതിലേക്കായി താൻ നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ഇപ്പോൾ പൈശാചികമായ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നതിലേക്ക് ദൃഷ്ടാന്തമായി നിന്റെ തലമുടി ശ്ലീബാകൃതിയിൽ കർത്തിക്കപ്പെടുന്നു. ശിരസിലെ നിർജീവ മുടി വഴിയായി സകല മൃഗീയ പ്രവർത്തനങ്ങളും നീക്കിക്കൊണ്ട് ശമൂവേൽ കശീശായി പട്ടം വെട്ടപ്പെടുന്നു. നമ്മുടെ മകനെ നീ ഗ്രഹിക്കണം. ബഹുമാനമുള്ള സ്ലീബായുടെ ഈ അടയാളം നമുക്കും നിനക്കുമിടയിൽ സാക്ഷ്യമായിരിക്കട്ടെ. നമ്മുടെ ബലഹീനനായ നമുക്കെതിരായ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്ന നേരത്ത് ആചാരത്തിൽ നിന്ന് നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധ രഹസ്യങ്ങളിൽ നിന്ന് നീ ഉരിയപ്പെട്ടവനായി തീരും. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് നാം അപേക്ഷിക്കുന്നു. താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച അശുദ്ധിയിൽ നിന്ന് അകറ്റുമാറാകട്ടെ. നീ ശരിയായി ചെയ്തിട്ടുള്ള വ്യാപാരം മുഖാന്തരം സന്തോഷത്തോടും മുഖപ്രസാദത്തോടും കൂടി തിരുമുമ്പാകെ നിൽപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശിപ്പീനെന്ന് വലതുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാനും ദൈവമാതാവായ പരിശുദ്ധ കന്യമർത്തമറിയാമമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ദൈവമായ കർത്താവിനോട് ഞാൻ യാചിക്കുന്നു. നമ്മുടെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ നീ തിരിച്ചറിവീൻ. ആദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചു, ഇപ്പോൾ വീണ്ടും നിന്നോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ മധുവായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള നിൻ്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടുമായിരിക്കരുത്. എന്നാലോ ശരീരരക്തങ്ങളുടെ സാദൃശ്യത്തിൽ ദിവ്യരഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിൻ്റെ ചുവടുള്ള പട്ടക്കാർക്ക് വിഹിതമായിരിക്കുന്ന പ്രകാരം മനോവിനയത്തോടും വെടിപ്പോടും കൂടിയായിരിക്കണം. ഉറേഥ എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അന്യാഗ്നിക്ക് ധൂപം വെച്ച 250 പട്ടക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറുത്ത് ദിവ്യരഹസ്യങ്ങൾ അനേകർ കടന്നു പിടിച്ചിട്ടുണ്ട്. ദൈവമുമ്പാകെ ധൂപം വെപ്പാൻ അവർ പ്രവേശിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെയും അവരുടെ ധൂപവർഗ്ഗങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞു. വീണ്ടും അഹ്റോൻ്റെ മക്കളായ നാദാബും അബീഹുവും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം നടക്കാതെ അഹങ്കാരത്തോടെ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. വീണ്ടും ഇസ്രായേൽ രാജാവായ ഊസിയ കർത്താവിൻ്റെ മുമ്പാകെ ധൂപം വെപ്പാൻ നിഗളത്തോടുകൂടി അഹങ്കരിക്കുകയും ഉടനെ തന്നെ കുഷ്ഠം പിടിക്കുകയും ചെയ്തു. ചുവടുള്ള പട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കർത്താവിൻ്റെ കോപം നിൻ്റെ മേലുണ്ടാകാതിരിപ്പാനായി നിഗളത്തോടുകൂടി ദൈവത്തിൻ്റെ മധുവായിലേക്ക് അഹങ്കരിച്ച് നീ കയറരുത്. വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ നിൻ്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ മധുവായിൽ നീ പ്രവേശിക്കരുത്. ഹമിനീഖ കൂടാതെ പട്ടക്കാർ മധുവായിൽ കയറരുത്. ഒരു വിശ്വാസിയുടെ മേലും അവൻ്റെ ശക്തിക്കപ്പുറമായ നിയമം നിശ്ചയിക്കരുത്. എന്തെന്നാൽ മുഖപക്ഷം കൂടാതെ ശരിയായ ന്യായവിധി നടത്തുകയും വേണം. ആത്മീയ ന്യായസ്ഥലത്ത് പണം, അതായത് കൈക്കൂലി വാങ്ങരുത്. എന്തെന്നാൽ നീ ചുവടുള്ള ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. കൈക്കൂലിയോ ജ്ഞാനികളുടെ കണ്ണുകളെ കുരുടാക്കുകയും കുരുടൻ കുരുടനെ വഴി കാണിക്കുന്നു. ഇരുവരും ഒരു കുഴിയിൽ തന്നെ വീഴുമെന്നുള്ള വചനം നിങ്ങൾ നിറവേറുകയും ചെയ്യും. നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പള്ളി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുവാനും കലക്കമുണ്ടാകുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരമില്ല. ഭദ്രാസന മെത്രാപ്പൊലീത്തരുടെ കൽപ്പന കൂടാതെ പട്ടക്കാരനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ മധുവായിൽ ഒരുവനും ശുശ്രൂഷിക്കരുത്. നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ
അതിനാൽ നാം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിന് നീ യോഗ്യനായി തീരുകയും ചൂടുള്ള പട്ടക്കാരനെന്ന് നീ വിളിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരമല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും. നിന്നിൽ നിന്ന് നാം വേർപിരിയുകയും ചെയ്യും. ദൈവമായ കർത്താവിനോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, സകല ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും താൻ നിനക്ക് നൽകുമാറാകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ള ഈ ആചാരത്തെ പദവി മൂലം നിനക്ക് മുഖപ്രസന്നതയുണ്ടാകുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. വീണ്ടും വിശ്വാസികൾക്കായിട്ടുള്ള ഗുണദേശം. എൻ്റെ സഹോദരങ്ങളും വാത്സല്യവാന്മാരുമായ വിശ്വാസികളെ, ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ പട്ടക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുന്നതിന് ദൈവം തമ്പുരാൻ അവൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലുവിളിയുള്ളവരുമാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ വളർച്ചയിൽ അവർ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള സിംഹാസന്മാരും തേജസ്സുള്ള പട്ടക്കാരുണ്ടാകുന്നതിനും നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് നിങ്ങൾ അപേക്ഷിപ്പീൻ. താൻ നിങ്ങളെയും നിങ്ങളുടെ പരേതരെയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനത്തിനു മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് പ്രവേശിച്ച് അവകാശിപ്പീനെന്ന് തങ്ങളോട് പറയുന്ന അരുളി ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമമ്മയുടെയും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. കശീശ സ്ഥാനത്തേക്ക്